നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ സാംഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭീരുവിനെ പോലെ യുദ്ധമുഖത്തു നിന്നും ഓടിപ്പോകാതെ ഒരു യോദ്ധാവിൻ്റെ മാനസിക തലത്തിലേക്ക് അർജുനനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രീകൃഷ്ണൻ നൽകുന്ന സാരോപദേശങ്ങളാണ് ഗീതയിൽ പ്രതിപാദിക്കുന്നത്. ഇതിൻ്റെ രണ്ടാം യോഗമായ സാംഖ്യയോഗത്തിലെ 51 ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്ന മറ്റു ശ്ലോകങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ശ്രീമദ് ഭഗവത്ഗീത സാംഖ്യയോഗം ശ്ലോകം 52. യദാ തേ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഈ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. യദാ തേ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി തദാ ഗന്ധാസ്യ നിർവേദം ശ്രുതസ്യ ച. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. യദാ എപ്പോൾ, തേ നിന്റെ, എപ്പോൾ നിന്റെ, ബുദ്ധി, മോഹകലിലം ദേഹമാണ് ആത്മാവ് എന്ന അജ്ഞാനമായ ദോഷത്തെ, മോഹകലിലം മോഹമാകുന്ന ആ അജ്ഞതയെ, വ്യതിതരിഷ്യതി കടക്കുമോ, എപ്പോൾ നിന്റെ ബുദ്ധി അജ്ഞാനമായ ദോഷത്തെ കടക്കുമോ, തദാ അപ്പോൾ, ശ്രോതവ്യസ്യ കേൾക്കേണ്ടുന്ന പദാർത്ഥത്തിലും കേൾക്കേണ്ട കാര്യത്തിലും, ശ്രുതസ്യ ച കേൾക്കപ്പെട്ട വേദാർത്ഥത്തിലും, നിർവേദം വൈരാഗ്യത്തെ, ഗന്ധാസി നീ പ്രാപിക്കും. എപ്പോഴാണ് നിന്റെ ബുദ്ധി ദേഹമാണ് ആത്മാ എന്ന അജ്ഞാനമായ ദോഷത്തെ കടക്കുന്നത്, അപ്പോൾ നീ ഇതുവരെ കേട്ട വേദാർത്ഥത്തിലും ഇനി കേൾക്കേണ്ടതായിട്ടുള്ളതിലും വൈരാഗ്യത്തെ പ്രാപിക്കും. ഭഗവാൻ പറയുകയാണ്, നിന്റെ ബുദ്ധി മോഹരൂപമായ വൈഷമ്യത്തെ തികച്ചും കടന്നു കഴിയുമ്പോൾ കേൾക്കേണ്ടാത്തതിനെയും കേട്ടതിനെയും കുറിച്ച് നിനക്കു വൈരാഗ്യം ഉണ്ടാകും. ചിത്തശുദ്ധി കൊണ്ട് വൈരാഗ്യവും പ്രജ്ഞാസ്ഥൈര്യ സ്വരൂപമായ ജ്ഞാനയോഗവും എപ്പോൾ നിനക്ക് സിദ്ധിക്കുമെന്ന് അറിവാൻ ആഗ്രഹിക്കുന്ന അർജുനനോട് ഭഗവാൻ പറയുന്നു, വിഷയത്തിൽ ആശ നിമിത്തം നശിക്കുന്നതും നശിക്കാത്തതുമായ വസ്തുക്കളെ വേർതിരിച്ചറിയാത്തത് കൊണ്ട്
ചിലതിൽ രാഗം, മറ്റു ചിലതിൽ ദോഷം എന്നീ മനോവൃത്തികൾ നിമിത്തം അന്തഃകരണത്തിൽ നിനക്ക് മാലിന്യം പറ്റിയിരിക്കുന്നു. ആ മാലിന്യത്തെ അതിക്രമിപ്പാൻ എപ്പോൾ നീ സമർത്ഥനായി വരുന്നുവോ, അപ്പോൾ കേട്ടതും കേൾക്കേണ്ടതും കിട്ടിയതും കിട്ടാനുള്ളതും നല്ലതും ചീത്തയും ഇങ്ങനെ ബഹുവിധത്തിൽ ഇരിക്കുന്ന എല്ലാറ്റിനെയും നിനക്ക് വൈരാഗ്യം ഉദിക്കും. മിഥ്യാഭൂതങ്ങളാണ് കാണപ്പെടുന്നവയും കേൾക്കപ്പെടുന്നവയും എന്നൊക്കെ അവയിൽ ഒന്നിലും ആഗ്രഹിക്കാത്ത യാതൊരു സാരാംശവും ഇല്ലാത്തതുകൊണ്ട് സർവത്ര വിരക്തി നിനക്ക് ഉണ്ടാകും. അർജുനനോട് പറഞ്ഞ രീതി ഭഗവാൻ നമ്മളോടും പറയുകയാണ്. നിങ്ങളുടെ ബുദ്ധി മായയുടെ ചതുപ്പ് നിലത്തെ മറികടന്നതിന് ശേഷം നിങ്ങൾ കേട്ടതും കേൾക്കേണ്ട കാര്യങ്ങളിലും നിസ്സംഗനായിത്തീരും. യാതൊരു ഭാവമാറ്റവുമില്ലാത്തവനായിത്തീരും. സദാ സമചിത്തതയോടെ ഇരിക്കുന്ന ഏതൊരാൾക്കും ഏത് വിഷയവും കേൾക്കാൻ താല്പര്യമില്ലാതാകുന്നു. എന്നിരുന്നാലും ഇത് അക്ഷരാർത്ഥത്തിൽ മാത്രമാണ്. ഇത് കാണുക, സ്പർശിക്കുക, അനുഭവിക്കുക, ഗന്ധം അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നാം മനസ്സിലാക്കുന്ന ഏതെങ്കിലും വസ്തുവിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സ്വധർമ്മത്തിലൂടെ നിങ്ങളുടെ സമചിത്തത വളർത്തിയെടുക്കാൻ തുടങ്ങുമ്പോൾ ഭൗതിക വസ്തുക്കളുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ വഴി സൂക്ഷിക്കാൻ ശ്രമിക്കുക. ആത്മീയമായ വളർച്ചയെ 3 തലങ്ങളായി തിരിച്ചിരിക്കുന്നു. ഭൂരിഭാഗം വ്യക്തികളും സ്വയം കേന്ദ്രീകൃതരും വഞ്ചിക്കപ്പെട്ടവരുമാണ്. അവർ അവരുടെ ഇന്ദ്രിയപരമായ ആഗ്രഹങ്ങൾ മാത്രം നിറവേറ്റുന്നു. അവരുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കുന്നു. ഏറ്റെടുക്കലും ആനന്ദവുമല്ലാതെ മറ്റൊന്നും അവർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അവർ ലോകത്തിൻ്റെ വിരുദ്ധ ജോഡികളാൽ തടവിലാക്കപ്പെട്ടിരിക്കുന്നു. 2ാം ഘട്ടം സംഭവിക്കുന്നത് ലൗകികമായ ആഗ്രഹങ്ങളുടെ നിരർത്ഥകത നിങ്ങൾ തിരിച്ചറിയുകയും ലോകത്തിന് നിങ്ങൾക്ക് സന്തോഷം നൽകാനാവില്ലെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രഥമ സ്ഥാനം നൽകുകയും ഉയർന്ന ലക്ഷ്യം നേടുന്നതിന് നിങ്ങളുടെ അറിവ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതം മുഴുവൻ ആ ലക്ഷ്യം നേടുന്നതിനായി നിങ്ങൾ സമർപ്പിക്കുന്നു. നാം സ്വധർമ്മം അനുഷ്ഠിക്കുകയും സമചിത്തതയിൽ ആയിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ലൗകിക വിഷയങ്ങളോടുള്ള മനോഹാരിത നഷ്ടപ്പെടുന്നു. യദാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം 53. ശ്രുതി വിപ്രതിപന്നാ തേ യദാ സ്ഥാസ്യതി നിശ്ചല. ശ്രുതി വിപ്രതിപന്നാ തേ യദാ സ്ഥാസ്യതി നിശ്ചല. സമാധാവചലാ ബുദ്ധി തദാ യോഗമവാപ്സ്യസി. സമാധാവചലാ ബുദ്ധി
തഥാ യോഗമവാപ്സ്യസി. ശ്രുതി വിപ്രതിപന്നാ തേ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവചലോ ബുദ്ധി തഥാ യോഗമവാപ്സ്യസി. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. ശ്രുതി വിപ്രതിപന്ന, ശ്രുതി വിപ്രതിപന്ന, ലൗകികമായും ദൈവികമായുമുള്ള അനേക അർത്ഥങ്ങളെ കേട്ടതിനാൽ കലങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ഭഗവാനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ അർജുനൻ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇത് കേട്ട് 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 കലങ്ങി മറിഞ്ഞ ഒരു മാനസികാവസ്ഥയിലേക്കാണ് അർജുനൻ എത്തിയിരിക്കുന്നത്. ശ്രുതി വിപ്രതിപന്നാത്തേ, ശ്രുതി വിപ്രതിപന്ന, ലൗകികമായും ദൈവികമായുമുള്ള അനേക അർത്ഥങ്ങളെ ഇങ്ങനെ കേട്ട് മനസ്സ് ഇളകിയിരിക്കുന്ന തേ നിന്റെ ബുദ്ധിഹി, ബുദ്ധി തേ ബുദ്ധി, നിന്റെ ബുദ്ധി, നിന്റെ അന്തഃകരണം യഥാ എപ്പോഴാണ്, നിശ്ചല ചലിക്കാതെയായി, ചലിക്കാതെയായി അനങ്ങാതെയായി, സമാധൗ പരമേശ്വരനിൽ ഈശ്വരനിൽ അല്ലെങ്കിൽ ഇടപെടാത്ത ധ്യാനത്തിൽ, അചല അഭ്യാസപാടവം കൊണ്ട് ഒരിടത്ത് തന്നെ സ്ഥിരമായ നിലയിലായി അനങ്ങാതെ, സ്ഥാസ്യതി, സ്ഥാസ്യതി നിൽക്കുന്നത്, തഥാ അപ്പോൾ, യോഗം കർമ്മഫലമായ തത്വജ്ഞാനത്തെ, യോഗം അവാപ്സ്യസി നീ പ്രാപിക്കും. അനേകാർത്ഥങ്ങളെ കേട്ട്, ഇതുവരെ ഒരുപാട് കാര്യങ്ങളെ കേട്ട് ഇളകിയിരിക്കുന്ന നിന്റെ ബുദ്ധി എപ്പോഴാണ് ചലനം കൂടാതെ സ്ഥിരമായി പരമാത്മാവിൽ നിൽക്കുന്നത്, അപ്പോൾ നീ തത്വജ്ഞാന യോഗത്തെ പ്രാപിക്കും. വിവേകമാണ് വൈരാഗ്യത്തിനു കാരണം എന്ന് മുമ്പേ കാണിച്ചുവല്ലോ. ഇതിൽ പ്രജ്ഞാബലമാണ് ജ്ഞാനപ്രാപ്തിക്ക് കാരണമെന്ന് ഈ ശ്ലോകത്തിൽ കാണിക്കുന്നു. വേദത്തിൻ്റെ വിഭാഗങ്ങളിൽ ചില ദിക്കിൽ കർമ്മങ്ങളെയും മറ്റു ചില ഭാഗങ്ങളിൽ ഉപാസനകളെയും വേറെ ചില ഭാഗങ്ങളിൽ ജ്ഞാനത്തെയും പുകഴ്ത്തിയിരിക്കുന്നു. ഇങ്ങനെ പല സംഗതികളെ പുകഴ്ത്തുന്ന ഇവയിൽ ഏത് ശരി ഏതു തെറ്റ് വേദം തെറ്റിപ്പറകയില്ലല്ലോ, അതിനാൽ എല്ലാം ശരി തന്നെയോ? ഇപ്രകാരം സംശയിക്കുന്ന ബുദ്ധിയെ എല്ലാറ്റിനും അധിഷ്ഠാനമായ ബ്രഹ്മം എന്ന ഒന്നിൽ മാത്രം ചലിക്കാതെ ഉറപ്പിക്കുവാൻ നീ എപ്പോൾ സമർത്ഥനാകുന്നുവോ അപ്പോൾ നിനക്ക് പ്രജ്ഞാബലം സിദ്ധിച്ചു എന്നറിഞ്ഞുകൊള്ളുക. അതുണ്ടായാൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് സാധനമായ ജ്ഞാനയോഗം സിദ്ധമായി. ഈ നിലയിൽ എത്തുവാൻ അഭ്യസിക്കുന്നവരെ ആരുരുക്ഷു, അതായത് ഉപരിഭൂമിയിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നും ആരൂഢൻ ഉന്നത സ്ഥാനത്തിൽ കയറിയവൻ എന്നും പറയും. ഭഗവാൻ അർജുനനോട് പറഞ്ഞത് നമ്മളോടും കൂടിയാണ്. നിങ്ങളുടെ ബുദ്ധി ഇനി മുതൽ വേദങ്ങളുടെ ഫലപ്രാപ്തിക്ക് കീഴടങ്ങാതെ
ദൈവിക ബോധത്തിൽ സ്ഥിരത കൈവരിക്കുമ്പോൾ നിങ്ങൾ തികഞ്ഞ യോഗയുടെ അവസ്ഥ പ്രാപിക്കും. സാധകർ ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവവുമായുള്ള അവരുടെ മാനസിക ബന്ധം കൂടുതൽ ദൃഢമാകും. അവർക്ക് മുമ്പ് ചെയ്തിരുന്ന ദൈവിക ആചാരങ്ങൾ അക്കാലത്ത് ബുദ്ധിമുട്ടുള്ളതും സമയമെടുക്കുന്നതുമാണ്. തങ്ങളുടെ ഭക്തിയോടൊപ്പം ആചാരാനുഷ്ഠാനങ്ങളും തുടരാൻ ബാധ്യസ്ഥരാണെങ്കിൽ അവർ ആശങ്കാകുലരാകുന്നു. കൂടാതെ അവർ ചടങ്ങ് നിരസിക്കുകയും തങ്ങളുടെ സാധനയ്ക്കായി പൂർണ്ണമായും അർപ്പിക്കുകയും ചെയ്താൽ അവർ നിയമം ലംഘിക്കുമോ? അത്തരക്കാരുടെ സംശയങ്ങൾക്ക് ഈ ശ്ലോകം പരിഹാരം നൽകും. ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ വേദങ്ങളിലെ ഫലപുഷ്ടിയുള്ള വിഭാഗങ്ങളിൽ ആകൃഷ്ടനാകാതെ സാധനയിൽ ഉറച്ചു നിൽക്കുന്നത് ഒരു കുറ്റമല്ല, മറിച്ച് അത് ഉയർന്ന ആത്മീയ അവസ്ഥയാണ്. ശ്രുതി വിപ്രതിപന്നാതേ യഥാ സ്ഥാസ്യ സ്ഥിതിശ്ചല സമാധവചല ബുദ്ധിസ്തദാ യോഗമവാപ്സ്യസി. ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം 54. ഭഗവാനിൽ നിന്ന് ഇത്രയേറെ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ അർജുനൻ തൻ്റെ ആശങ്കകൾ ഭഗവാനോട് ചോദിച്ചു തുടങ്ങി. 54-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനോട് അർജുനൻ ഇങ്ങനെയാണ് പറയുന്നത്. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതസ്ഥീഹി കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീഹി കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം എന്താണ് ഈ ശ്ലോകത്തിൽ ഭഗവാനോട് ചോദിച്ചത്? അർജുനൻ എന്താണ് ഭഗവാനോട് ചോദിച്ചത്? ഹേ കേശവ, അല്ലയോ കേശവ, ശ്രീകൃഷ്ണ ഭഗവാനേ, സമാധിസ്ഥസ്യ സ്വാഭാവികമായ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന, സ്ഥിതപ്രജ്ഞസ്യ നിശ്ചല ജ്ഞാനത്തോടുകൂടിയവൻ്റെ, സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന നിശ്ചല ജ്ഞാനത്തോടുകൂടിയവൻ്റെ കാ ഭാഷ, കാ എന്താകുന്നു ഭാഷാ ലക്ഷണം? ഹേ കേശവ, സമാധിസ്ഥസ്യ സ്ഥിതപ്രജ്ഞസ്യ ഭാഷാഖ. അല്ലയോ കേശവ, ഭഗവാനെ, സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന നിശ്ചല ജ്ഞാനത്തോടു കൂടിയവൻ്റെ ലക്ഷണം എന്താകുന്നു? കിം എങ്ങനെ, പ്രഭാഷേത അവർ സംസാരിക്കുന്നു, സ്ഥിതപ്രജ്ഞന്റെ സംസാരം എപ്രകാരമാണ്? കിം എങ്ങനെ, ആസീത കിം കിമാസീത കിം ആസീത എങ്ങനെയാണ്, എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇരിക്കുന്നു, ആസീത എങ്ങനെ ഇരിക്കുന്നു, കിം വ്രജേത എങ്ങനെ നടക്കുന്നു, അവൻ്റെ നടപ്പ് അല്ലെങ്കിൽ പ്രവൃത്തി എങ്ങനെയാകുന്നു? അല്ലയോ കേശവ, സമാധിയിരിക്കുന്ന നിശ്ചലജ്ഞാനിയുടെ ലക്ഷണമെന്താകുന്നു?
നിശ്ചലജ്ഞാനി എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, അവൻ എങ്ങനെ നടക്കുന്നു ഇത്യാദി സംശയങ്ങളാണ് ഭഗവാനോട് അർജുനൻ ചോദിച്ചത്. കുറച്ചുകൂടി പറയുകയാണെങ്കിൽ, ഭഗവാനേ, കേശവ, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന അനുഭവം സിദ്ധിച്ചിരിക്കുന്നവൻ്റെ ലക്ഷണം എന്താകുന്നു? അദ്ദേഹം ബ്രഹ്മജ്ഞാനിയും സമാധിസ്ഥനുമാകുന്നവനെന്ന് മറ്റുള്ളവർക്കറിയാനുള്ള അസാധാരണമായ ലക്ഷണം എന്താണെന്ന് സമാധിസ്ഥനെക്കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം സമാധിയിൽ നിന്ന് ഉദ്ധിതനായിരിക്കുമ്പോൾ അന്യന്മാർ ചെയ്യുന്ന സ്തുതി നിന്ദാദി അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണം എങ്ങനെയായിരിക്കും? ഇന്ദ്രിയ വ്യാപാരങ്ങളെയും മനസ്സിനെയും അടക്കുവാൻ ഏതുവിധ പ്രവർത്തിക്കും? ഇന്ദ്രിയ നിഗ്രഹത്തിനായി പ്രവർത്തിക്കുന്ന സാധാരണ നിലയിൽ വിഷയഭാവം ഏതു വിധത്തിലായിരിക്കും? സാധാരണ ജനങ്ങളിൽ നിന്ന് ഏതു വിധത്തിലുള്ള വ്യത്യാസം സമാധിയിൽ നിന്ന് എഴുന്നേറ്റ ബ്രഹ്മജ്ഞാനിയിൽ കാണപ്പെടും എന്ന 3 ചോദ്യം അർജുനൻ ചോദിക്കുന്നു. ഭാഷണം, ആസനം, വ്രജനം എന്ന 3 സംഗതികളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സന്തുലിതമായ മാനസികാവസ്ഥ വ്യക്തിയെ അകത്തും പുറത്തും മാറ്റുന്നു. അർജുനൻ ഭഗവാനോട് പറയുകയാണ്, സ്ഥിരമായ ജ്ഞാനമുള്ളവൻ്റെ സമചിത്തതയിൽ സ്ഥിരതയുള്ളവൻ്റെ വിവരണം എന്താണ്? സ്ഥിരബുദ്ധിയുള്ളവൻ എങ്ങനെ സംസാരിക്കും? അവൻ എങ്ങനെയിരിക്കും? അവൻ എങ്ങനെ നടക്കും? പ്രബുദ്ധരായ ആളുകളെ സ്ഥിതപ്രജ്ഞരെന്ന് വിളിക്കുന്നു. തികഞ്ഞ യോഗ അഥവാ സമാധിയുടെ അവസ്ഥയെക്കുറിച്ച് കൃഷ്ണനിൽ നിന്നും കേട്ടതിനു ശേഷം അർജുനൻ ന്യായമായ ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ മാനസികാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് അയാൾക്ക് ജിജ്ഞാസയുണ്ട്. ഈ വിശുദ്ധമായ മാനസികാവസ്ഥ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് അറിയാനും അർജുനൻ ആഗ്രഹിക്കുന്നു. ഈ ശ്ലോകത്തിൽ തുടങ്ങി 16 ചോദ്യങ്ങളാണ് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, തപസ്, ധ്യാനം, മറ്റു ശീലങ്ങൾ എന്നിവയുടെ അന്തർലീനമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണൻ മറുപടിയും കൊടുക്കുന്നു. അർജുനൻ ഒരു യോദ്ധാവും പ്രായോഗിക മനുഷ്യനുമായിരുന്നു. തൽഫലമായി സൈദ്ധാന്തിക ആശയങ്ങളിൽ അദ്ദേഹത്തിന് താല്പര്യം കുറവായിരുന്നു. ശാന്തത പ്രസരിപ്പിക്കുന്ന ഒരാളുടെ മാനസികവും ബാഹ്യവുമായ സ്വഭാവങ്ങളെക്കുറിച്ച് അയാൾക്ക് ജിജ്ഞാസയുണ്ടായിരുന്നു. ഒരു വ്യക്തി ലോകവുമായി എങ്ങനെ ഇടപഴകുന്നു എന്നതിനെ സംസാരിക്കുന്നതും നടക്കുന്നതും എന്ന് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തോടും മനോഭാവത്തെയും സൂചിപ്പിക്കുന്നു. അതാണ് അർജുനന് കൗതുകം തോന്നിയത്. സംസ്കൃതത്തിൽ സ്ഥിത എന്നാൽ സ്ഥിരതയുള്ളതും പ്രജ്ഞ എന്നാൽ മനസ്സും ആണ്. ചുരുക്കത്തിൽ ആത്മനിയന്ത്രണവും സ്ഥിരമായ ജ്ഞാനവും കൊണ്ട് നേടിയെടുക്കുന്ന മനസ്സിൻ്റെ സ്ഥിരതയാണ് സ്ഥിതപ്രജ്ഞ. ഒരു വ്യക്തി എപ്പോഴും ശാന്തനായിരിക്കുകയും അവൻ്റെ കർമ്മഫലം ബാധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവനെ സ്ഥിതപ്രജ്ഞൻ എന്ന് വിശേഷിപ്പിക്കാം. സ്ഥിതപ്രജ്ഞയിലേക്കുള്ള വഴി എളുപ്പമുള്ള കാര്യമല്ല. ആഗ്രഹങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നത് അത് നേടാനുള്ള വഴിയല്ല. അതിന് നാം താമരപ്പൂ പോലെയാകണം. എങ്ങനെ ഒരു തുള്ളി വെള്ളം താമരയിലെ മാലിന്യം നീക്കി സ്വീകരിക്കുന്നു, ശുദ്ധീകരിക്കുന്നു, ഉപരിതലത്തിൽ പറ്റാതെ നമ്മുടെ മനസ്സും വികാരങ്ങളെ അതിനോട് ബന്ധിപ്പിക്കാൻ അനുവദിക്കാതെ അതിലൂടെ ഒഴുകാൻ നമ്മൾ അനുവദിക്കണം. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധീഹി കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അർജുനൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. ശ്രീമദ്
ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം 55. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യവേ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മാന്വേ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നോക്കാം. ഹേ പാർത്ഥ, അല്ലയോ അർജുന, യഥാ എപ്പോൾ, മനോഗതാൻ മനസ്സിലിരിക്കുന്ന, സർവാൻ സകല, കാമാൻ കാമങ്ങളെയും ആഗ്രഹങ്ങളെയും, പ്രജഹാതി തീരെ അല്ലെങ്കിൽ മുഴുവനായും ഉപേക്ഷിക്കുന്നുവോ, യഥാ എപ്പോൾ, ആത്മനി ഏവ പരമാനന്ദരൂപമായ ആത്മാവിൽ തന്നെ, ആത്മനാ തന്നിൽ തന്നെ, തുഷ്ടഃ സന്തുഷ്ടനായിട്ട്, ആത്മാരാമനായിട്ട്, ക്ഷുദ്രവിഷാഭിലാഷാൽ ത്യജിതി ക്ഷുദ്രങ്ങളായ വിഷയത്തിലുള്ള ഇച്ഛകളെ ആഗ്രഹങ്ങളെ ത്യജിക്കുന്നുവോ, തഥാ അപ്പോൾ, തേന ലക്ഷണേന മുനിഹി അപ്രകാരമുള്ള ലക്ഷണത്തോടുകൂടിയ മുനി, സ്ഥിതപ്രജ്ഞഃ നിശ്ചല ജ്ഞാനത്തോടു കൂടിയവൻ എന്ന് ഉച്യതേ പറയപ്പെടുന്നു. അല്ലയോ അർജുന, മനസ്സിലിരിക്കുന്ന സകല കാമങ്ങളെയും തീരെ ഉപേക്ഷിച്ച് എപ്പോഴാണ് ഒരുവൻ സ്വ ആത്മാവിൽ തന്നെ സന്തുഷ്ടചിത്തനായിരിക്കുന്നത്, അപ്പോൾ ആ മുനി സ്ഥിതപ്രജ്ഞനെന്ന് പറയപ്പെടുന്നു. ഏതൊരാൾ ഏത് നിലയിൽ എത്തുമ്പോൾ മനോഗതങ്ങളായ സർവഭോഗാശകളെയും വിട്ട് നിരതിശയാനന്ദ സ്വരൂപമായ സ്വ ആത്മാവിൽ തന്നെ താദൃശാത്മാലാഭത്താൽ തന്നെ സന്തുഷ്ടനായി ഇരിക്കുന്നുവോ, അപ്പോൾ പണ്ഡിതന്മാർ ആ മഹാത്മാവിനെ സ്ഥിതപ്രജ്ഞൻ, പ്രജ്ഞാസ്ഥൈര്യം സിദ്ധിച്ചവൻ എന്നും പറയും. ഹേ പാർത്ഥ, മനസ്സിനെ പീഡിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ എല്ലാ സ്വാർത്ഥ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് ആത്മസാക്ഷാത്കാരത്തിൽ സംതൃപ്തനാകുമ്പോഴാണ് ഒരാൾ അതീന്ദ്രിയനായി സ്ഥിതി ചെയ്യുന്നത്. ഒരു വ്യക്തി തൻ്റെ മനസ്സിനെ ഭൗതിക സുഖങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പഠിക്കുകയും ഇന്ദ്രിയ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ആത്മാവിൻ്റെ ആന്തരിക ആനന്ദവുമായി ബന്ധപ്പെടാനും അതീന്ദ്രിയമായി സ്ഥിതി ചെയ്യുവാനും അവർക്ക് കഴിയും. അതീന്ദ്രിയമായി സ്ഥിതി ചെയ്യുന്ന ഒരു വ്യക്തി ഇന്ദ്രിയങ്ങളുടെ സ്വാർത്ഥ അഭിലാഷങ്ങളും ആവശ്യങ്ങളും ഉപേക്ഷിച്ച് തങ്ങളിൽ തന്നെ സംതൃപ്തനാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശാന്തത നഷ്ടപ്പെടാനിടയാകുന്ന എല്ലാ സാഹചര്യങ്ങളും കൃഷ്ണൻ വിവരിക്കുന്നു. ഈ കാര്യങ്ങളുടെ പാത സൂക്ഷിക്കുകയും അവ സംഭവിക്കുമ്പോൾ ജാഗ്രതയോടെയും അവബോധത്തോടെയും തുടരുകയും ചെയ്താൽ നമുക്ക് ഒരിക്കലും നമ്മുടെ മാനസിക നിലയും സമനിലയും
നഷ്ടപ്പെടുകയില്ല. ശ്രീഭഗവാൻ ഉവാച പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്വേ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദുച്യതേ.